നമ്മുടെ ഫേസ്ബുക്കിന്റെ ആൽഗോരിതത്തിൽ ഇപ്പൊ ഒരുപാട് ചേഞ്ചുകൾ വരുന്നുണ്ട് അല്ലെ? യാ ഫേസ്ബുക്കിന്റെ ആൽഗോരിതത്തിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താ വെച്ചാൽ ഫസ്റ്റ് പാർട്ടി ഡേറ്റനെ എത്രത്തോളം ആൽഗോരിതത്തിലേക്ക് ഇൻപുട്ട് ചെയ്യുക, നമുക്ക് വേണ്ടിയിട്ടുള്ള പേഴ്സണലൈസ്ഡ് ഓരോരുത്തർക്കും ഓരോ പേഴ്സണലൈസ്ഡ് സൂപ്പ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോ ഫേസ്ബുക്കിന്റെ ഉദ്ദേശം. എക്സാക്ട്ലി. സോ കസ്റ്റം കൺവേർഷൻസ് വെച്ച് അതെ ഓരോരുത്തർക്ക് വേണ്ട രീതിയിലാണ് പേഴ്സണലൈസ്ഡ് ചെഫ് മെനു ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇപ്പൊ ഫേസ്ബുക്കിന്റെ ഉദ്ദേശം. അപ്പൊ യെസ്. ഫേസ്ബുക്കിനെ സംബന്ധിച്ചിടത്തോളം ഡേറ്റ കളക്ട് ചെയ്യാൻ പറ്റുന്ന രണ്ട് മെത്തേഡ് ഉണ്ട്. ഒന്നാമത് ഡേറ്റ പിന്നെ ബ്രൗസർ ലെവലില് പിക്സലും യാ സെർവർ ലെവലില് ക്യാപ്പിയും. യെസ്. എല്ലാവരും സാധാരണഗതിയിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്തുകൊണ്ടാണ് എനിക്ക് കിട്ടുന്ന ലീഡ്സ് എല്ലാം മോശപ്പെടുന്നത്? ഓക്കെ. ഓർ ഇൻ എ സിമ്പിൾ ടേം എവരിവൺ ആസ്ക് യു ദാറ്റ് വൈ യുവർ ലീഡ് സക്ക്. ഓക്കെ കൂൾ. അപ്പൊ ഇത് നമുക്ക് സെർവർ സൈഡ് ടാഗിംഗ് ആയിട്ടുള്ള ക്യാപ്പി വെച്ചുകൊണ്ട് how can we have an explanation on that and how can we correct it? ഓക്കെ കൂൾ. നൈസ് ക്വസ്റ്റ്യൻ. ഏറ്റവും റെലവെന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ സമയത്ത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഫേസ്ബുക്കിന്റെ ആൽഗരിതം Yes. മാറുന്നതിനനുസരിച്ച് ആസ് എ മാർക്കറ്റർ നമ്മൾ അഡാപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഗുഡ് പെർഫോമൻസ് മാർക്കറ്റർ, ഡിജിറ്റൽ മാർക്കറ്റർ ചെയ്യേണ്ട ഒരു സംഗതി എന്ന് പറയുന്നത്. ഇപ്പൊ പറഞ്ഞ സംഗതി എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പം ഫേസ്ബുക്കിൽ ഒരു ലീഡ് ജനറേഷൻ ക്യാമ്പയിൻ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫേസ്ബുക്കിന്റെ അടുത്ത് അല്ലെങ്കിൽ ഗൂഗിളിന്റെ അടുത്ത് പറയുന്നത് ഗെറ്റ് മാക്സിമം ലീഡ്സ്, മാക്സിമം കൺവേർഷൻസ് പറഞ്ഞ സമയത്ത് എൻക്വയറീസ് മാക്സിമം ജനറേറ്റ് ചെയ്യുക എന്നുള്ള ഒരു ഒബ്ജക്റ്റീവാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മൾ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ കാണുന്ന സമയത്ത് കാണുന്നുണ്ട് ചില ആളുകൾക്ക് 10 റുപ്പീസിന് ലീഡ്സ് കിട്ടുന്നുണ്ട്, ചില ആളുകൾക്ക് 100 റുപ്പീസിന് ലീഡ്സ് കിട്ടുന്നുണ്ട്. കോസ്റ്റ് പെർ ലീഡ്സിൽ ചെറിയ ഡിഫറൻസ് വന്നു എന്നല്ലാണ്ട് നമ്മളെ ഒരു മെയിൻ ഒബ്ജക്റ്റീവ്സ് നോക്കുന്ന സമയത്ത് ഫേസ്ബുക്ക് അവർ ലീഡ്സ് കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് ഡെലിവർ ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് സെയിൽ റേഷ്യോ അല്ലെങ്കിൽ ക്ലോസ് റേഷ്യോ കുറയുന്നതാണ് പ്രശ്നം. ഇത് മിസ്റ്റേക്സ് നമ്മുടെ സൈഡിലാണോ അതോ പ്ലാറ്റ്ഫോമിന്റെ സൈഡിലാണോ? നമ്മൾ സെറ്റ് ചെയ്ത ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഗെറ്റ് മീ മാക്സിമം ലീഡ്സ് ആൻഡ് യു ആർ സ്റ്റിൽ ഗെറ്റിംഗ് നമ്മളെ ലീഡ്സ്. സംബന്ധിച്ചിടത്തോളം നമുക്ക് SDR പ്രോപ്പർ ആയിട്ട് കിട്ടുന്നില്ല യെസ്. അല്ലെ? അപ്പം യെസ്, സെയിൽ നമ്മളെ കൺവേർഷൻ സംബന്ധിച്ചിടത്തോളം റേഷ്യോ SDR പ്രോപ്പർ ആയിട്ട് കിട്ടുന്നില്ല. കിട്ടുന്നില്ല. യെസ്. അപ്പം നമ്മൾ ഓക്കെ, നിങ്ങൾ കണ്ടിന്യൂ ലീഡ്സിന് ചെയ്തോളൂ. മനസ്സിലായി, പോയിന്റ് മനസ്സിലായി. ഓക്കെ. അപ്പൊ നമ്മൾ ലീഡ്സ് കൺവേർട്ട് കണ്ടിന്യൂ. ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മൾ ഫേസ്ബുക്കിലോട്ട് തിരിച്ചു കൊടുക്കണം. ആ വാല്യൂ നമുക്ക് പാസ് ചെയ്യാൻ പറ്റണം. ഇപ്പം ഞാൻ ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആണ്, ഒരു സൗദി ബേസ്ഡ് ലക്ഷറി ബ്രാൻഡിന് വേണ്ടി ഞാൻ ചെയ്തിട്ടുള്ള ഒരു പിന്നെ പ്രൊഡക്റ്റിന്റെ ആവറേജ് ഓർഡർ വാല്യൂ എന്ന് പറയുന്നത് 2300 സൗദി റിയാലാണ്. ഇന്ത്യൻ റുപ്പീസ് ഓൾമോസ്റ്റ് 52,000 റുപ്പീസ് വരുന്നുണ്ട്. അപ്പം ആ ക്യാമ്പയിൻ ചെയ്ത സമയത്ത് ഇത് ഷോപ്പിഫൈ സ്റ്റോർ ആണ്. അപ്പൊ ഷോപ്പിഫൈ സ്റ്റോർ ആവുന്ന സമയത്ത് എല്ലാം നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഓരോ ലീഡ്സും നമ്മളെ ഫണലിലോട്ട് എത്തിക്കഴിഞ്ഞാൽ, നമ്മളെ ട്രാഫിക്കിലോട്ട് എത്തിക്കഴിഞ്ഞാൽ എത്ര പെർസെന്റേജ് ഇതിൽ കൺവേർട്ട് ആവുന്നുണ്ടെന്നുള്ള പ്രോപ്പർ ആയിട്ടുള്ള ഡാറ്റ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, 1000 ആളുകൾ വന്നു, ഈ 1000 ആളുകളുടെ 1% കൺവേർട്ട് ആവുന്ന സമയത്ത് അവർ പർച്ചേസ് ചെയ്യുന്നത് 52,000 റുപ്പീസിന്റെ പ്രൊഡക്റ്റ് ആണ്. അവർക്ക് കിട്ടുന്ന റോആസ് എന്ന് പറയുന്നത് 550% ആണ്. അതാണ് എന്താണോ സ്പെൻഡ് ചെയ്യുന്നത് അതിന്റെ 5.5 ടൈംസ് കൺസിസ്റ്റന്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഈ ക്യാമ്പയിൻ സക്സസ്ഫുൾ ആയിട്ട് പോകാനുള്ള റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ്ബുക്കിന് അറിയാം. ഓക്കെ, ഇപ്പൊ ഇനീഷ്യലി ഞാൻ ഇതേ സമയത്ത് ഞാൻ വേറൊരു പ്രൊജക്റ്റും കൂടെ പറയാം. ഞാൻ നാട്ടിൽ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പ്രൊജക്ട് ഒരു ബിയർഡ് ഓയിലിന് വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ കോസ്റ്റ് പെർ ലീഡ് എന്ന് പറയുന്നത് 2 റുപ്പീസ് 36 പൈസയാണ്. അത്രയും കുറച്ച് ലീഡില് പിന്നെ കോസ്റ്റ് പെർ ലീഡാണ് അതിന് വരുന്നുള്ളൂ. പക്ഷെ ആ സമയത്ത് പറഞ്ഞാൽ അവരുടെ കൺവേർഷൻ റേഷ്യോ ഓൾമോസ്റ്റ് 3% ആണ്. ഓക്കെ. അപ്പൊ ഇവരുടെ കുറച്ച് ക്യാമ്പയിൻ ചെയ്തതിന് ശേഷം അവരുടെ ഒരു മെയിൻ ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നത്, അവർക്ക് കൺവേർഷൻസ് ഇനീഷ്യലി നല്ല കൺവേർഷൻസ് ഉണ്ടായിരുന്നു, കുറച്ച് കഴിഞ്ഞ സമയത്ത് കുറെ ലീഡ്സ് വരുന്നുണ്ട്, പക്ഷെ അതിന് കൺവേർഷൻസ് വരുന്നില്ല. റീസൺ എന്താണ്? നമ്മൾ ഈ കൺവേർട്ട് ആയിട്ടുള്ള ലീഡ്സ് തിരിച്ച് നമ്മൾ അതിലോട്ട് പാസ് ചെയ്യുന്നില്ല. അപ്പൊ കൺവേർട്ട് ആയിട്ടുള്ള നിങ്ങളുടെ പൈപ്പ് ലൈൻ എന്താന്നുള്ളത്, അപ്പൊ നിങ്ങൾ എൻക്വയറി വിളിച്ചു കഴിഞ്ഞാൽ ഇവരുടെ സ്റ്റേറ്റസ് എന്താന്നുള്ളത് ഇത് തിരിച്ച് ഫേസ്ബുക്കിലോട്ട് പാസ് ചെയ്യാൻ അല്ലെങ്കിൽ ഗൂഗിളിലോട്ട് പാസ് ചെയ്യാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിലൊന്നാണ് നിങ്ങൾക്ക് ബ്രൗസർ സൈഡ് ആയിട്ട് നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ പിക്സൽ ബേസ്ഡ് ട്രാക്കിംഗ്. അപ്പൊ ഈ പിക്സൽ ബേസ്ഡ് ട്രാക്കിംഗ് ഇവിടെ പോസിബിൾ അല്ല, കാരണം ഓഫ്ലൈൻ കൺവേർഷൻ ആണ്, വിളിച്ചിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മളെ കയ്യിൽ കൺവേർട്ട് ആയിട്ടുള്ള ലീഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾ CRM വഴി നിങ്ങൾക്ക് പാസ് ചെയ്യാം. ഓക്കെ. അതിന് നിങ്ങൾക്ക് JPR ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും പല CRM ലീഡ് സ്ക്വാഡ്, സോഹോ ഒക്കെ ഡിഫോൾട്ട് ആയിട്ട് നിങ്ങൾ ഒരു പിന്നെ API ഇന്റഗ്രേഷൻ ടൂൾ ഉപയോഗിക്കാണ്ട് തന്നെ പാസ് ചെയ്യാൻ പറ്റും. ഇനി ചില ഇതിലാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഫീച്ചർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് API ഇന്റഗ്രേഷൻ ടൂൾസ് ഉപയോഗിച്ചിട്ട് പാസ് ചെയ്യാം. ഇനി ഇതൊന്നുമില്ല, വെരി ബേസിക് ആണ്, നിങ്ങൾ ഒരു 1000 റുപ്പീസിന്റെ താഴെയാണ് ഒരു ദിവസം സ്പെൻഡ് ചെയ്യുന്നുള്ളൂ, അത്രയും ചെറിയ ബിസിനസ് ആണ്, ജസ്റ്റ് മാനുവൽ ആയിട്ട് ഗൂഗിൾ ഷീറ്റ് വഴിയാണ് നിങ്ങൾ പ്രോസസ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ തന്നെ ഓട്ടോമേറ്റ് ചെയ്തിട്ട് കൺവേർഷൻസ് പാസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതായത് ഗൂഗിൾ ഷീറ്റും നിങ്ങളുടെ മെറ്റ ആഡ്സും അല്ലെങ്കിൽ ഗൂഗിൾ ആഡ്സും ഇന്റഗ്രേറ്റ് ചെയ്യുക. അപ്പൊ ഗൂഗിൾ ഷീറ്റിൽ ഓരോ കൺവേർഷൻസ് വന്നു കഴിയുന്ന സമയത്ത് നിങ്ങൾ ഓരോ റോ എൻ്റർ ചെയ്യുമ്പോൾ
ഓട്ടോമാറ്റിക് ആയിട്ട് ആ വാല്യൂ പാസ് ചെയ്യും. ഇനി ഇതും ചെയ്യാൻ പറ്റുന്നില്ല, അതിനുള്ള ഒരു ടെക്നിക്കൽ സ്കില്ല് നിങ്ങൾ ലാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, കൺവേർഷൻസ്. ഇപ്പൊ ലെറ്റ്സ് അമീൻ ഹസൻ, എന്റെ ഇമെയിൽ ഐ ഡി, ഫോൺ നമ്പർ, കൺവേർട്ട് ആയ എമൗണ്ട് എന്ന് പറയുന്നത് 700 റുപ്പീസ് എന്നുള്ള രീതിയിൽ. ഇപ്പൊ ഞാൻ ആ ബിയോഡ് ഓയിലിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്ന സമയത്ത് അവരുടെ ആവറേജ് ഓർഡർ വാല്യൂ 700 റുപ്പീസ്. ആക്ച്വലി ബിയോഡ് ഓയിലിന്റെ കേസ് ആണെന്നുണ്ടെങ്കിലും, അതായത് 700 റുപ്പീസ് ആവറേജ് ഓർഡർ വാല്യൂ ഉള്ള ബിയോഡ് ഓയിൽ ആണെങ്കിലും 52,000 റുപ്പീസ് ആവറേജ് ഓർഡർ വാല്യൂ ഉള്ള ലക്ഷറി ബ്രാൻഡ് ആണെങ്കിൽ ഇതിന് ടാർഗറ്റ് ചെയ്തിട്ടുള്ള സെയിം ഓഡിയൻസ് ആണ്. ഓക്കെ, ചെറിയ ഡിഫറൻസ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ ഫേസ്ബുക്ക് ഇത് പിവട്ട് ചെയ്ത സമയത്ത് ലക്ഷറി ഓഡിയൻസിലോട്ട് മാത്രം പോയി, ആൻഡ് ഇത് പിവട്ട് ചെയ്ത സമയത്ത് ഓക്കെ 700 റുപ്പീസ് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഓഡിയൻസിലോട്ട് പോയി. രണ്ടിന്റെ റോസ് ഓൾമോസ്റ്റ് സെയിം ആ, ബിറ്റ്വീൻ 5x, അതായത് 500% to 600%. അപ്പൊ നമ്മൾ ഈ ഒരു കൺവേർഷൻ വാല്യൂ ബാക്കിലോട്ട് ഫീഡ് ചെയ്യണം. കൺവേർഷൻ വാല്യൂ ഫീഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡിഫറെന്റ് പ്രൊഡക്ട്സ് ഉണ്ടെന്ന് വെച്ചു, ജസ്റ്റ് കൺവേർട്ടേഴ്സിനെ മാത്രം ഫീഡ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പൊ ലെറ്റ്സ് നിങ്ങൾ സെല് ചെയ്യണ ഒരു പ്രൊഡക്റ്റിന്റെ പ്രൈസ് 1000 റുപ്പീസ് ആണ്, വേറൊരു പ്രൊഡക്റ്റിന്റെ പ്രൈസ് 20,000 റുപ്പീസ് ആണ്. അപ്പൊ ലെറ്റ്സ് ലത്തീഫ് സാർ വാങ്ങിച്ച പ്രൊഡക്റ്റിന്റെ പ്രൈസ് 20,000 റുപ്പീസ് ആണ്. ഓക്കെ, അമീൻ വാങ്ങിച്ചിട്ടുള്ള പ്രൊഡക്റ്റിന്റെ പ്രൈസ് 1000 റുപ്പീസ് ആണ്. അപ്പൊ കൺവേർഷൻ മാത്രം പാസ് ചെയ്യുന്ന സമയത്ത് അമീൻ ഫോൺ നമ്പർ, ഇമെയിൽ ഐ ഡി ഇതേ പാസ് ചെയ്യുന്നുള്ളൂ, ലത്തീഫ് ഫോൺ നമ്പർ, ഇമെയിൽ ഐ ഡി. അപ്പൊ ഫേസ്ബുക്കിന് ഇതിന് രണ്ടിനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നാളെ നിങ്ങൾക്ക് ഒരു ഹൈ വാല്യൂ പ്രൊഡക്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ അമീനും കൺവേർട്ടർ ആണ്, ലത്തീഫും കൺവേർട്ടർ ആണ്, ആര് പിന്നാലെ പോകണം എന്നുള്ളത് നമുക്ക് ആ ആൽഗരിതത്തിന് ഫീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൺവേർഷൻ വാല്യൂ അടക്കം പാസ് ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഫേസ്ബുക്ക് എന്നെ ചോദിക്കാറുണ്ട്, ഓക്കെ ഡസ് യുവർ എക്സൽ ഷീറ്റ് കണ്ടെയ്ൻ ഓർ CSV ഷീറ്റ് കണ്ടെയ്ൻ കൺവേർഷൻ വാല്യൂ. അവിടെ ജസ്റ്റ് ഓക്കെ അമീൻ വാങ്ങിച്ചത് 700 പ്രൊഡക്റ്റ് ആണെങ്കിൽ 700, ലത്തീഫ് വാങ്ങിച്ചത് 20,000 ആണെങ്കിൽ ഇപ്പൊ ഫ്യൂച്ചറിൽ നിങ്ങളിപ്പം റോആസിലൊക്കെ ബിഡ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾ കൊടുക്കണം, ഓക്കെ എനിക്ക് ലത്തീഫിനെ പോലുള്ള പ്രൊഡക്റ്റ് ആണ് ഈ ഹൈ വാല്യൂവിനോട് വേണ്ടത്, അമീനെ പോലുള്ള പ്രൊഡക്റ്റ് ആണ് ഈ വോളിയം സെൽ ചെയ്യുന്ന ലോ വാല്യൂ പ്രൊഡക്റ്റിന് വേണ്ടി എന്നുള്ളതും കൂടെ ഫീഡ് ചെയ്യണം. അപ്പൊ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പൊ ഏറ്റവും ചെയ്യാൻ പറ്റുന്ന നിങ്ങൾക്ക് ബ്രോഡ് ആയിട്ട് തന്നെ ടാർഗറ്റ് ചെയ്യാം. കാരണം നിങ്ങൾ വളരെ ഇൻട്രസ്റ്റ് ബേസ്ഡ് ടൈറ്റ് ഡെമോഗ്രാഫിക്സിൽ ടാർഗറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇനീഷ്യലി സക്സസ് ഉണ്ടാവും, പക്ഷെ സ്കെയിൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ ലെറ്റ്സ് നിങ്ങൾ ഓക്കെ പർച്ചേസ് ബിഹേവിയർ നിങ്ങൾ എൻഗേജ്ഡ് യൂസ് ഞാൻ എല്ലാവരുടെ പറയുന്ന ഒരു ജനറൽ കേസാണിത്. കാരണം ഇവരെന്താ വെച്ചാൽ ഇവര് ബ്രോഡിൽ വേറെ ഇനീഷ്യൽ ട്രാക്ഷൻ കിട്ടില്ല. ഇനീഷ്യൽ ട്രാക്ഷൻ കിട്ടാതിരിക്കാൻ കാരണം എന്താ വെച്ചാൽ ആൽഗോരിതത്തെ സംബന്ധിച്ചിടത്തോളം ആൽഗോരിതം സ്വയം സിഗ്നലുകൾ കണ്ടെത്തേണ്ട ഒരു അവസ്ഥയിലേക്ക് ആൽഗോരിതത്തെ നമ്മൾ എത്തിക്കുകയാണ്. പക്ഷെ മറ്റോടത്ത് എന്താ വെച്ചാൽ ആൽഗോരിതത്തിന് നമ്മൾ ചില പോയിന്റുകൾ കൊടുക്കുകയാണ്. ഓക്കെ എനിക്ക് ഇങ്ങനത്തെ ആളാണ് വേണ്ടിയത്, എന്റെ മുതൽ ഇങ്ങനത്തതാണ്, ഞാൻ ആഗ്രഹിക്കുന്ന. പക്ഷെ അവിടെ എന്താ പ്രശ്നം വെച്ചാൽ അതിന്റെ സബ് കാറ്റഗറി നമ്മൾ കൊടുക്കാത്തത് കൊണ്ട് അത് ഈ ആൽഗോരിതത്തിന് മനസ്സിലാവില്ല. അപ്പൊ നമുക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റില്ല. എക്സാക്ട്ലി. അപ്പൊ നിങ്ങളിപ്പോ പറഞ്ഞ പേഴ്സ്പെക്റ്റീവും ഈ പേഴ്സ്പെക്റ്റീവും തമ്മിൽ ഭയങ്കര മാച്ചാണ്. മാച്ചിന്റെ കാരണം എന്താ വെച്ചാൽ ഇതാണ് അതിന്റെ സംഭവം. അപ്പോ ഇവിടെ ഇപ്പൊ നിങ്ങൾ 5.5 2, പക്ഷെ നിങ്ങൾ ആ കൺവേർഷൻസിന്റെ ഐഡന്റിക്കാലിറ്റിയും ഡിഫറൻസിയേഷനും കൃത്യമായിട്ട് അവിടെ എക്സ്പ്ലെയിൻ ചെയ്തു.